കുടുംബത്തിലും കാരണവാന്മാർക്കുമിടയിൽ നല്ല പിള്ള ചമയുന്ന ഭർത്താക്കന്മാർ. പക്ഷേ അവരുടെ തനിസ്വരൂപം കാണുന്നത് നിർദോഷികളും നിസ്സഹായരുമായ ഭാര്യമാരായിരിക്കും. കാശും പണത്തൂക്കവും നോക്കി പെൺമക്കളെ പറഞ്ഞയക്കുന്ന അഭിമാനികളുടെ കാലത്ത് ഇത്തരം സ്വഭാവ വൈകൃതങ്ങളെ കൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരികയാണ് എഴുത്തുകാരനായ നജീബ് മൂടാടി. മറ്റുള്ളവരെ പരിഗണിക്കാത്ത, അനുതാപമില്ലാത്ത, താൻ എവിടെയും ഉയർന്ന ആളാണ് എന്ന് കരുതുന്ന കുഴഞ്ഞു മറിഞ്ഞ വ്യക്തിത്വങ്ങളെ തിരിച്ചറിയണമെന്ന് നജീബ് പറയുന്നു. ആണിന് മേൽക്കൈയുള്ള നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും എന്തു പറഞ്ഞാലും അനുസരിച്ചും സഹിച്ചും കഴിയേണ്ടവളാണ് ഭാര്യയെന്ന് കാലങ്ങളായി ശീലിച്ചു പോരുന്ന കുടുംബ പശ്ചാത്തലത്തിലെ പ്രതിനിധികളായിരിക്കും ഇത്തരക്കാർ. പക്ഷേ ആ സ്വഭാവ വൈകല്യങ്ങളുടെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് പാവം ഭാര്യമാരായിരിക്കുമെന്ന് നജീബ് പറയുന്നു. ഭർത്തൃപീഡനത്തിനൊടുവിൽ ജീവൻ വെടിഞ്ഞ വിഭജിക, അതുല്യ എന്നിവരെ കുറിച്ചുള്ള വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് നജീബിന്റെ കുറിപ്പ്. അവൻ അത്രക്കാരനൊന്നുമല്ല, ആര് പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ല, നമ്മൾ എത്ര കാലമായി കാണുന്നതാ. ഇവൻ അവളെയും മക്കളെയും ഒക്കെ നന്നായി നോക്കുന്നില്ലേ, പണം സമ്പാദിക്കുന്നില്ലേ, എന്തെങ്കിലും ദുശ്ശീലമുണ്ടോ? എത്ര ആത്മാർത്ഥമായും സ്നേഹത്തോടെയുമാണ് അവൻ നമ്മളോടൊക്കെ പെരുമാറുന്നത്. ഇവള് വെറുതെ ഓരോന്ന് പറയുന്നതാണ്. വേർപിരിയലിന്റെ വക്കിലെത്തിയ ചില ദാമ്പത്യ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടി വരുമ്പോൾ പെൺകുട്ടിയുടെ ഉറ്റവർ തന്നെ പലപ്പോഴും ചെറുക്കനെ കുറിച്ച് പറയാറുള്ളതാണിത്. സംഗതി ഇവരെ പറയുന്നത് അയാളെ കൊണ്ട് എന്തെങ്കിലും കാര്യലാഭം ഉണ്ടായിട്ടൊന്നുമല്ല, ആത്മാർത്ഥമായി തന്നെയാണ്. അവർ കാണുന്ന, അവരോട് ഇടപെടുന്ന പയ്യൻ കുടുംബസ്നേഹിയായ, കഠിനാധ്വാനിയായ, നന്നായി പെരുമാറുന്ന, ഏതാവശ്യത്തിനും സഹായിക്കുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ഒരുത്തനെ വേണ്ടെന്ന് വെക്കുന്നത് അവളുടെ അഹങ്കാരമായി മാത്രമേ പെണ്ണിന്റെ ഉറ്റവർ പോലും കാണൂ. ജീവിത പങ്കാളിക്ക് മാത്രം മനസ്സിലാവുന്ന, അവരുടെ മുന്നിൽ മാത്രം നാക്കവല്ലന്മാരാവുന്ന ചില പുരുഷന്മാരുണ്ട്. നാഗവല്ലിമാരുമുണ്ട് എന്നതും നിഷേധിക്കുന്നില്ല. NPD എന്ന ഭീകരമായ ഒരു മാനസിക വൈകല്യമുണ്ട്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗ്രീക്ക് പുരാണത്തിലെ നാർസിസിനെ പോലെ അതിരുകടന്ന സ്വയം പ്രേമികളാണ് ഇവർ. അവരുടെ ലോകത്ത് അവർ മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരെ പരിഗണിക്കാത്ത, അനുതാപമില്ലാത്ത, താൻ എവിടെയും ഉയർന്ന ആളാണ് എന്ന് കരുതുന്ന, തനിക്ക് കിട്ടാത്തതിനെ കുറിച്ച് നിരന്തരം പരിഭവിക്കുന്ന, ഇതിനെയൊക്കെ വിമർശിച്ചാൽ പ്രകോപിതരാവുന്ന, വല്ലാതെ കുഴഞ്ഞു മറിഞ്ഞ ഒരു വ്യക്തിത്വമാണ് ഇവരുടേത്. ദൗർഭാഗ്യവശാൽ മറ്റുള്ള പല മാനസിക രോഗങ്ങൾ പോലെ പ്രകടമായി കാണാത്തതും പലപ്പോഴും ജീവിത പങ്കാളിക്ക് മാത്രം മനസ്സിലാവുന്നതുമാണ് ഈ വൈകൃതം. പ്രത്യേകിച്ചും വിമർശനം ഇവരെ പ്രകോപിതരാക്കും. ആണിന് മേൽക്കൈയുള്ള നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ചും എന്തു പറഞ്ഞാലും അനുസരിച്ചും സഹിച്ചും കഴിയേണ്ടവളാണ് ഭാര്യ എന്ന് കാലങ്ങളായി ശീലിച്ചു പോരുന്ന കുടുംബ പശ്ചാത്തലത്തിൽ വളർന്നു വരുന്ന പുരുഷന്മാരിൽ ഇങ്ങനെയുള്ള വ്യക്തിത്വ വൈകല്യം ഉണ്ടാവുകയും അയാളുടെ പെരുമാറ്റങ്ങളെയും ഇടപെടലുകളെയും സഹിക്കവയ്യാതെ ഭാര്യ വിമർശിക്കുകയോ ചോദ്യം ചെയ്യുകയോ പരിഹസിക്കുകയോ കൂടി ചെയ്താൽ അവർക്കിടയിലെ ജീവിതം പുറമേയുള്ളവർ ഊഹിക്കുന്നതിലും വലിയ നരകമായി മാറും. തന്റെ മേധാവിത്വത്തെ, അഭിമാനത്തെ, തൻ പ്രമാണിത്വത്തെ ചോദ്യം ചെയ്യുന്ന ആൾ ഏറ്റവും വലിയ ശത്രുവാകും. കുഴപ്പം തന്റേതാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ചുറ്റുമുള്ളവരുടെ മുൻപിൽ, പ്രത്യേകിച്ചും ഭാര്യ വീട്ടുകാർ അടക്കമുള്ളവരുടെ മുൻപിൽ അവർ ഏറ്റവും നല്ലവരായി നിൽക്കുകയും ചെയ്യും. ഭാര്യയോട് ഏറ്റവും ക്രൂരമായി സ്വസ്ഥതയും സൗകര്യവും കൊടുക്കാതെ പെരുമാറുമ്പോഴും മക്കളോട് അങ്ങനെ ആവണമെന്നില്ല. മക്കളെ നന്നായി സ്നേഹിക്കുന്ന, മക്കൾക്ക് ചിലപ്പോൾ അമ്മയേക്കാൾ പ്രിയപ്പെട്ട ആളായിരിക്കും പിതാവ്. കൗൺസിലിംഗിലൂടെ കുറെയൊക്കെ മാറ്റമുണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിലും കടുത്ത ഈഗോ ഈ വൈകല്യത്തിന്റെ ഭാഗമാണെന്നിരിക്കെ ഇങ്ങനെയുള്ള കൗൺസിലിംഗിന് കൊണ്ടുപോവുക പോലും എളുപ്പമല്ല. ഇതുപോലെ മറ്റൊരു കൂട്ടരാണ് ബൈപോളർ ഡിസോർഡർ സ്വഭാവമുള്ളവർ. ഇങ്ങനെയുള്ളവരോടൊപ്പമുള്ള ദാമ്പത്യ ജീവിതവും അതീവ ദുഷ്കരമാണ്. പങ്കാളിയുടെ ആത്മഹത്യയിലേക്കോ ഒളിച്ചോട്ടത്തിലേക്കോ എത്തിയാൽ മാത്രമേ നാം പലരും അനുഭവിച്ച മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും ജീവിച്ചു തീർത്ത ദുരന്ത ജീവിതവും പുറത്തറിയാറുള്ളൂ. അപ്പോൾ പോലും നമ്മുടെ ഇടയിൽ അതിന് കാരണക്കാരനായ വ്യക്തിയെ ന്യായീകരിക്കാനുള്ള 100 അനുഭവങ്ങൾ ഉണ്ടാവും. ഇരയെ കുറ്റപ്പെടുത്തും മുമ്പ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എല്ലാവരെയും മാനസിക വൈകല്യമുള്ള രോഗിയായി കരുതേണ്ടതില്ല. എന്നാൽ മറ്റുള്ളവരുടെയോ പങ്കാളിയുടെയോ ജീവിതത്തിന് ഭീഷണിയാവും വിധം ഇങ്ങനെയുള്ള വൈകല്യമുള്ളവർ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരിലുണ്ടെങ്കിൽ, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും പെൺകുട്ടിയുടെ ജീവിതം അങ്ങനെയുള്ള ഭർത്താവ് മൂലം നരകമാവുന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ തീർച്ചയായും ചികിത്സയ്ക്കോ മറ്റു നടപടികൾക്കോ മുൻകൈയെടുക്കുക തന്നെ വേണം. അത്തരം ഇടപെടലുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ അടുത്ത ദിവസങ്ങളിലായി 3-4 പെൺകുട്ടികളുടെ ആത്മഹത്യാ വാർത്ത നാം കേൾക്കേണ്ടി വന്നത്. മനുഷ്യ മനസ്സ് നാം കരുതുന്നത് പോലെ അത്ര സുതാര്യമല്ല. ചെറുപ്പത്തിൽ മനസ്സിലുണ്ടാവുന്ന മുറിവുകൾ, അരക്ഷിതത്വം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൂടിയാണ് ഒരാളുടെ വ്യക്തിത്വ വൈകല്യത്തിന് പ്രധാന കാരണം. സമൂഹമായും മനുഷ്യരുമായും ഇടപഴകുകയും വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കിയും തിരുത്തിയും രോഗാവസ്ഥയിലേക്ക് എത്താതെ നല്ല രീതിയിൽ ജീവിക്കുന്നവരാണ് ഏറെയും. ഏറെ പ്രശ്നങ്ങളും നേരത്തെ തിരിച്ചറിഞ്ഞാൽ ചികിത്സയിലൂടെയും കൗൺസിലിംഗിലൂടെയും ജീവിതം തകർന്നു പോവാതെ മുന്നോട്ട് കൊണ്ടുപോകാനാവും. തിരിച്ചറിയുക എന്നതാണ് പ്രധാനം.
ഭർത്താവിനെ കുറിച്ച് സ്വന്തം വീട്ടുകാരോട് മോശമായി പറയാൻ മടിയുള്ളവരാണ് ഏറെ പെൺകുട്ടികളും. സഹിക്കാനാവാത്ത അവസ്ഥയിലാവും എന്തെങ്കിലും സൂചിപ്പിക്കുക. അവഗണിക്കരുത്, നിസ്സാരമാക്കരുത്.